പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ ഡെയിലി പ്രോമിസ് വേർഡ് ശുശ്രൂഷയിലൂടെ നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹം ഒരുമിച്ച് പങ്കിടുവാനും നൽകുന്ന എല്ലാവിധ ദൈവിക സൗഭാഗ്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇന്ന് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങളെ കർത്താവ് രക്ഷിച്ചെടുക്കുവാനായിട്ട് കർത്താവ് ഇടയാകട്ടെ. കർത്താവെങ്കിലേക്ക് തിരിയുന്നവനെ കൈവിടാതെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഈ വലിയവനായ ദൈവത്തിൻ്റെ പുണ്യനാമത്തെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14, 15, 16, 17 വാക്യങ്ങളാണ് വായിക്കുന്നത്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പ്രിയമുള്ളവരെ, ലോകം യേശുവിലൂടെ രക്ഷിക്കപ്പെടാനാണ് യേശുവിനെ പിതാവാം ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. ലോകം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ ഭൂമി എന്നുള്ള അർത്ഥമോ പ്രപഞ്ചം എന്നുള്ള അർത്ഥമോ അല്ല, ഭൂമിയിലെ മനുഷ്യരെയാണ് ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഒരു എറ്റേണൽ ജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ മനുഷ്യനെയും ദൈവം സ്നേഹിക്കും. ദൈവം സ്നേഹവാൻ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് വചനം പറയുകയാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം അവനാൽ, യേശുവിനാൽ രക്ഷിക്കപ്പെടുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തിരി കുടുംബങ്ങളെ, പിശാച് തകർക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കാം. യേശുവിലേക്ക് ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാം കർത്താവ് ഇടയാക്കും. ഇവിടെ ആത്മാവിൻ്റെ രക്ഷയാണ് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു മനുഷ്യനിലുള്ള ആത്മാവ്. മനുഷ്യനൊരു പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സർവലോകവും മരണത്തിന് അധീനരാണ്. ശാരീരികമായിട്ട് എല്ലാവരും മരിക്കുമെന്നാൽ ആത്മാവ് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം അനുഭവിക്കും, നിത്യമരണം അനുഭവിക്കും. എന്നാൽ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു. പ്രത്യുത നിത്യമരണത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. അവിടെ ദാനം, ധർമ്മങ്ങൾ ഒന്നും കൊടുത്ത് നേടാൻ പറ്റുന്ന ഒന്നല്ല. പ്രവൃത്തിയാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്നല്ല ആത്മാവിൻ്റെ രക്ഷ. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് നിത്യരക്ഷ ലഭിക്കാൻ പുത്രനിൽ വിശ്വസിക്കുന്നവനെയാണ് ദൈവം രക്ഷിക്കുന്നത്, അവൻ രക്ഷ പ്രാപിക്കുവാനില്ല. അതുകൊണ്ട് ഇന്ന് ഈ കർത്താവിൽ, യേശുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള, രക്ഷ പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ തുടർന്ന് ഈ ഭൂമിയിൽ
മരിക്കുന്നതിന് മുൻപുള്ള ജീവിതം അതൊരു സുഖകരവും സന്തോഷകരവും അനുഗ്രഹപരവുമാക്കാൻ പിശാചിന്റെ സകല അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിച്ചവരാണ്. ദൈവിക ജീവൻ പകർന്നു കിട്ടിയവരാണ്. ദൈവത്തിന്റെ ജീവന് മരണമില്ല. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ മരിക്കും, ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ മരിക്കും, പക്ഷെ അവന്റെ ആത്മാവ് കർത്താവായ യേശു വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന ദൈവജനം ഒരുമിച്ച് യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കും ഒരു വാസം, ഒരു നല്ല സുദിനമാണ്. അങ്ങനെ ഒരു ആത്മാവിന്റെ രക്ഷ ലഭിക്കുവാനായി ദൈവ പൈതലിന് ഇടയാകുന്നത് ദൈവത്തോടൊപ്പമുള്ള വാസത്തിന് കാരണമായിട്ട് തീരും. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലായിരിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മഹാത്ഭുതങ്ങളെ വീണ്ടും ചെയ്യുവാനായിട്ടിടയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കും. പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കും. പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന മക്കളെ, പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലെ രക്ഷിതാക്കൾക്ക് കണ്ണുനീരായിരിക്കുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം, സുവിശേഷത്തെ അവർ ഗ്രഹിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച രക്ഷിക്കപ്പെടുക എന്നുള്ള ദൈവിക ഭാഗ്യ പദവിയിലേക്ക് നമുക്ക് വരാനുള്ള ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നൽകിയ, യേശു നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണെങ്കിൽ നിങ്ങളുടെ മക്കൾ, അടുത്തൊരു ജനറേഷൻ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന കുടുംബം. പിശാചിന്റെ പിടിയിലകപ്പെട്ട് ജീവിതം തകരുന്നവരായിട്ടല്ല, രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പരിശുദ്ധാത്മാവിൽ ജീവിച്ച് വിജയകരമായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് പോരാട്ടങ്ങളിൽ വിജയമുണ്ടായി നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആത്മീയ ദർശനത്തിൽ വിജയകരമായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതങ്ങളെ വീണ്ടും ചെയ്യുവാനായിട്ടിടയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഇന്ന് ഞങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന ദൈവിക വചന ചിന്തകൾക്കായി സ്തോത്രം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ആത്മരക്ഷ പ്രാപിച്ച് ഓരോ കുടുംബങ്ങളും ദൈവിക അവകാശമായി തീർന്ന് ദൈവിക സന്തോഷത്തിലേക്ക് വന്നു ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ട് അനുഭവിച്ച് ഈ ലോകത്തിൽ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും വിജയം നൽകിക്കൊടുക്കുന്ന ദൈവത്തിൽ വിജയമുണ്ടായി യേശുവിൻ്റെ വരവ് തൻ്റെ സഭയെ ചേർക്കുവാനുള്ള വരവിനെ ലക്ഷ്യമാക്കി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മാവിൻ്റെ നിത്യരക്ഷയെ കരസ്ഥമാക്കി അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കും. അതോടൊപ്പം കർത്താവായ യേശു തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ആയുസ്സിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ വിജയങ്ങൾ കർത്താവിൽ ഉണ്ടാകുവാൻ എല്ലാവരെയും സഹായിക്കും. ഇന്ന് ഈ ദൈവിക ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം ചെയ്യണം. ചില രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണണമേ. കർത്താവേ, ജോലി ചെയ്യുന്ന ഓരോ കുടുംബങ്ങളിലെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായി ദൈവം പ്രവർത്തിക്കണം, അവരോട് കൂടെ ഇരിക്കണമേ. ചില പ്രൊമോഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ഇടയാക്കണമേ. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ബലവും ശക്തിയും കൊടുത്തു ദൈവം സഹായിക്കണമേ. തലമുറയായി രക്ഷിക്കപ്പെട്ട് കർത്താവിലുള്ള കുടുംബമായിട്ട് മാറാൻ ദൈവം ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ അങ്ങനെ അനുഗ്രഹമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇടയാക്കും. വിശേഷാൽ യേശുവിൻ്റെ വരവാണെങ്കിൽ കർത്താവെ, നിത്യതയിൽ അങ്ങയുടെ ശ്രേഷ്ഠന്മാരോടുകൂടെ ഒരുമിച്ച് കർത്താവ് യേശുവിനോടൊപ്പമായിരിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.